ഇന്നൊരു ചിക്കൻ വറുത്തിട്ട് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചിക്കൻ 2-3 മണിക്കൂറിന് മുന്നേ തന്നെ കഷ്ണങ്ങളായി കഴുകിയ ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലപോലെ തിരുമ്മി മാറ്റി വെക്കുക. ശേഷം നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ഒത്തിരി എണ്ണ ഒഴിക്കേണ്ടത്, നോൺ സ്റ്റിക്ക് അതുകൊണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ജസ്റ്റ് 2 സൈഡും ഒന്ന് മീഡിയം പരുവത്തിൽ മൂത്താൽ മതിയായിരിക്കും. അത് വറുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ശേഷം നമുക്ക് വേറൊരു ചട്ടിക്കകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആഡ് ചെയ്യുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള ആഡ് ചെയ്യാം. സവോള നമ്മുടെ ആവശ്യം പോലെ ചേർക്കാവുന്നതാണ്. ഞാൻ സാധാരണ 1 കിലോ ചിക്കന് 3 സവോളയാണ് ആഡ് ചെയ്യുന്നത്. അതേപോലെ എത്ര കിലോ ചിക്കൻ ഉണ്ടോ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ശകലം ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റാം. നമുക്കിതിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയും നമുക്ക് നല്ലപോലെ ചൂടാക്കിയിട്ടൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം ഇതിനകത്തേക്ക്, സവോളയ്ക്കകത്തേക്ക്. അപ്പോൾ നമുക്ക് പൊടി മൂത്ത ശേഷം നമുക്ക് ഈ സവോളയിലേക്ക് നമുക്ക് ഈ പൊടികളും കൂടെ നമുക്കതിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടെ നല്ലപോലെ മൂപ്പിക്കാം. നല്ലപോലെ മൂത്ത ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാവുന്നതാണ്. 2 തക്കാളി ഉണ്ട്, 2 തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മൂപ്പിക്കുക. ശേഷം നമുക്ക് ചിക്കൻ വറുത്ത് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഈ സവോളയുടെ കൂട്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്, കുറേശ്ശെ. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ഗരം മസാലയുണ്ട്, ഇത് ഫ്രഷായിട്ട് പൊടിച്ച ഗരം മസാലയാണ്. പെരിഞ്ചീരകവും ഗ്രാമ്പൂ, ഏലക്ക, പട്ട, കുരുമുളക് ഇത്രയും ഇട്ട് നല്ലപോലെ പൊടിച്ചിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. അത് ഫ്രഷോടെ ചേർക്കുക. നമുക്ക് ശകലം വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ശകലം ഗ്രേവി ആവശ്യമുണ്ട്. ശകലം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കുകയല്ല, അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവിക്കുക. ഒന്നുകൂടെ വേവിക്കാനുണ്ട്. നമുക്കിനി അതിനൊക്കെ ഇച്ചിരി തേങ്ങാക്കൊത്തും കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നല്ലപോലെ തേങ്ങാക്കൊത്ത് വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശകലം കറിവേപ്പിലയും കൂടി ഇടാം. നല്ലപോലെ നമുക്ക് ഇങ്ങോട്ട് മൂത്ത ശേഷം ആഡ് ചെയ്യാവുന്നതാണ്. എഗെയിൻ നമുക്ക് നല്ലപോലെ ഇളക്കി കൂട്ടുക അതിനെ. ഇതിപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയ ശേഷം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.